ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറമൊക്കെ മാറാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ലിപ് ബാം മേക്കിംഗ് ആണ് കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ലിപ് ബാമിൻ്റെ കളറ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു യെല്ലോ കളറായിട്ടാണ്. ലിപ് ബാമിൻ്റെ റിസൾട്ട് കിട്ടാൻ കളറിലൊന്നും ഒരു കാര്യമില്ല. കളർ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണെങ്കിലും നന്നായിട്ട് മോയ്സ്ചറായിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ലൊരു തിളക്കം ഉണ്ടാവും ചുണ്ടിന്. പിന്നെ അതുകൂടാതെ നമ്മുടെ ചുണ്ടിലുള്ള കറുപ്പ് കളറൊക്കെ മാറിക്കിട്ടാനും, ചിലർക്ക് വല്ലാതെ കറുത്തിരുണ്ട ചുണ്ടായിരിക്കും, അപ്പോൾ ആ ഒരു ലിപ്പിലെ കറുപ്പ് കളറൊക്കെ മാറി ലിപ്പൊന്ന് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ലിപ് ബാം തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീസ് വാക്സ് ആണ്. മലയാളത്തിൽ തേൻമെഴുക് എന്ന് പറയും. ഇത് ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, പിന്നെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ലിപ് ബാം ഉണ്ടാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബീസ് വാക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബീസ് വാക്സ് നമുക്ക് ചൂടാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസിൻ്റെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ചൂടൊക്കെ താങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ്. ഇത് തന്നെ എടുത്താലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ലിപ് ബാമിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഒരുപാട് നല്ലതാണ്. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഷിയ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല, വളരെ കുറഞ്ഞ അളവിൽ ഷിയ ബട്ടർ എടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഹീറ്റാക്കി എടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്, നേരിട്ട് ചൂടാക്കരുത്. അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരും. പിന്നെ ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ഷിയ ബട്ടറൊക്കെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. പിന്നെയും ഈ ഒരു ബീസ് വാക്സ് ആണ് മിക്സായി കിട്ടാൻ ടൈം എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബീസ് വാക്സും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. അതിനുവേണ്ടി ഞാനൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് അതിനുള്ളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പും നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇയുടെ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതൊക്കെ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം, തണുക്കാൻ വയ്ക്കരുത്. തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് സെറ്റായിപ്പോവും. അപ്പോൾ ഒരു ചൂടോട് കൂടി വൈറ്റമിൻ ഇ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊരു ലിപ് ബാമിൻ്റെ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ജാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു ലിപ് ബാം നമ്മൾ സെയിൽ ചെയ്യുന്നും കൂടെയുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. കൊറിയറായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അപ്പോൾ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ. അപ്പോൾ നമ്മുടെ ലിപ് ബാം റെഡിയായി. ഇനി ഇത് സെറ്റ് ആവാൻ വെക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റായി കിട്ടും. പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മുടെ ലിപ് ബാം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ട് ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം. ഒരുപാടായിട്ട് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും. അതുകൊണ്ട് കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ലിപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ചുണ്ടിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ലിപ് ബാമൊക്കെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. രാത്രി ഉറങ്ങുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കിടന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറേ നേരത്തേക്ക് നമ്മുടെ ലിപ്പിൽ അത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ ചെറിയ കുട്ടികൾക്ക് മുതൽ ഇത് യൂസ് ചെയ്യാം. ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ലിപ് ബാം നമ്മുടെ ചുണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ലിപ്പിന് കളർ കൊടുക്കണം അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ലിപ്പ് കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. ഒരു നാച്ചുറൽ കെയർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്